അസ്സലാമു അലൈക്കും. നമുക്കിന്ന് അമ്പലപ്പുഴ പാൽപ്പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ പായസം ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിലാണ്. ഞാനിപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവിനാണ് എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഇടുന്നത്. ഈ ഒരു കപ്പിന് 4 കപ്പ് പാല്, ഈ ഒരു കപ്പിന് 3/4 കപ്പാണ് ഈ പുഴുങ്ങലരി എടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മിൽക്ക് മേഡോ അല്ലെങ്കിൽ ഏലക്കായോ ഒന്നും ചേർക്കുന്നില്ല. പഞ്ചസാര 1 കപ്പ് നിറയെ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ഗ്ലാസ്സാണ് എടുക്കുന്നത് എല്ലാ മെഷർമെൻറ്റും ഇതുപോലെ തന്നെ എടുത്താൽ മതി. ഈ ഒരു കപ്പിൽ 4 കപ്പ് പാലും 1 കപ്പ് പഞ്ചസാരയും 3/4 കപ്പ് പുഴുങ്ങലരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 2 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളിപ്പോൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളക്കരുത്. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ വിസിലിടാതെ നമുക്കിതൊന്ന് കുക്കറൊന്ന് മൂടി വെക്കണം. നന്നായിട്ട് കുക്കർ കഴുകിയിട്ട് വേണം നമുക്ക് ഈ പായസം ഉണ്ടാക്കാൻ. ഇല്ലെങ്കിൽ എരിവൊക്കെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഒരു അംശം നമ്മൾ ഈ പായസത്തിലേക്കും വരും. അതുകൊണ്ട് നന്നായിട്ട് കുക്കർ വീണ്ടും വെള്ളം ഒഴിച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കഴുകണം. അപ്പോൾ നന്നായിട്ട് പാല് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വിസിലിടാതെ ഇതൊന്ന് മൂടി വെക്കാം. ഈ മേൽഭാഗത്ത് ഹോൾ കൂടെ ഇങ്ങനെ നന്നായിട്ട് ആവി വരുമ്പോൾ നമുക്ക് ഈ വിസിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആവി വരുന്നുണ്ട്. നമുക്ക് ഈ വിസിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു അരമണിക്കൂർ നേരം ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. തിളച്ച് തൂവാതെ പ്രത്യേകം നോക്കണം. തിളച്ച് തൂവാനാവുമ്പോൾ നമുക്കൊന്ന് ഓഫാക്കിയിട്ടിട്ട് വീണ്ടും ഓണാക്കിയാൽ മതി. ഞാനിപ്പോൾ അരമണിക്കൂർ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. ഒരു തിളക്കാറായപ്പോൾ അരമണിക്കൂറായപ്പോൾ ഞാനൊന്ന് ഓഫാക്കി ആ ഒരു ആവിയിൽ തന്നെ കിടന്നിട്ടാണ് ഇപ്പോൾ ഇത് ഒരു 15-20 മിനിറ്റോളം ആവിയിൽ തന്നെ കിടത്തിയിരുന്ന് കുക്കർ തുറക്കാതെ തന്നെ. ഇപ്പോൾ നമ്മളെ അമ്പലപ്പുഴ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു പാൽപ്പായസമാണ്. നമുക്കിനി വിളമ്പാം. ഇത് വിളമ്പിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ പായസം കുടിക്കാൻ. നമുക്കിതിൽ നെയ്യ് ഒഴിക്കലോ അല്ലെങ്കിൽ തൂമിക്കലോ ഒന്നുമില്ല. ഇതുപോലെ തന്നെയാണ് ഈ പായസം കുടിക്കൽ. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇൻഷാ അല്ലാഹ് ഇനി വീണ്ടും കാണാം.